ഗൗരി, ഡോക്ടർ. கௌரி சொல்ல மறந்துட்டேன். யுவர் வைஃப் கோயிங் டாக்டர் ஹவுஸ் குவார்டர்ஸ் ரொம்ப நியர். யூ கோயிங் ഇതിലെ இப்படி போனாலும் குவார்டர்ஸ் கோயிங். தேங்க்ஸ்ங்க. நெக்ஸ்ட் அம்மா വരൂ. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയർ കിടന്ന രോഗം കൂടുകയുള്ളൂ. ഇതാ അകത്തുണ്ട്. കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വളരെ ഭേദമായി. ഇവിടെ വന്ന് ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചപ്പോ ആള് സ്മാർട്ടായി. കൂടുതലും ഈ യാത്രയുടെ ഉവ്വ്, ഗൗരി എന്നോടെല്ലാം പറഞ്ഞു. കേട്ടിട്ട് എനിക്ക് തന്നെ ഭയാവുക. നിങ്ങളൊരു വലിയ കാര്യമാണ് വിശ്വം ചെയ്യുന്നത്. ഗൗരിക്ക് യാത്ര ചെയ്യാൻ പ്രയാസം ഉണ്ടാവില്ലെങ്കിൽ കഴിയുന്നതും വേഗം ഞങ്ങൾക്ക് പോയാൽ കൊള്ളാം. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഡോക്ടർക്കും പ്രശ്നമാവും. എന്റെ പ്രയാസം വിട്ടേക്കൂ. പോകുന്ന കാര്യം ഇനി നാളെ ചിന്തിച്ചാ മതി. ആ ഇഞ്ചക്ഷന്റെ മരുന്നിങ്ങ് തരൂ. വിശ്വ ഒന്ന് കുളിക്കാൻ നോക്കൂ. മാറിയിടാൻ അദ്ദേഹത്തിന്റെ ഡ്രസ്സ് ഏതെങ്കിലും കാണും. ഞാൻ നോക്കിയെടുത്ത് വെക്കാം. നോക്കൂ, നല്ല സ്ത്രീയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് പോവാന്ന്. എന്റെ ഹസ്ബൻഡാ, മലയാളിയല്ല കേട്ടോ. അദ്ദേഹം പുള്ളി ഒരു റൈറ്ററാ. തെലുഗു ലിറ്ററേച്ചറൊക്കെ അറിയാവുന്നവര് കേട്ടിരിക്കും. മോഹൻ റാവു. മലയാളത്തിൽ നിന്ന് ഒരുപാട് ബുക്സൊക്കെ പുള്ളി തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടൂറിലാ. ഡോക്ടർക്ക് നാട്ടില് പറയത്തക്ക ആരുമില്ല. പേഷ്യൻസ് ആരെങ്കിലും ആവും. ഞാൻ പോയി നോക്കിട്ട് വരാം. வணக்கம் டாக்டர்மா. ഇതൊരു ആക്സിഡന്റ് കേസ്. ഹോസ്പിറ്റലിലെ ഡോക്ടർ വർമ്മ ഇന്നും ഡ്യൂട്ടിക്ക് വരല. അതാ അകത്തേക്ക് കൊണ്ടുവരൂ. അങ്ങോട്ട് കിടത്തും. அதுக்கு மேலே ஏறி എന്താ പോരുത്. ഒരു ആക്സിഡന്റ് കേസാ ഡോക്ടർ. അവരാണ് വാതിലടച്ചേക്കൂ. നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? അങ്ങോട്ട് പോകൂ. അവൻ ഇതിനകത്തുണ്ട് അല്ലേ? ആര്? ആരെന്ന് ഞാൻ പറയണോ കൊച്ചേ? ഇറക്കി വിടേ. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? നിന്റെ അമ്മയുടെ കെട്ടിയവൻ പപ്പനവൻ. ഇറക്കി വിടറി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? വീട്ടിനകത്ത് കയറി അക്രമം കാണിക്കുന്നോ?
അവന്റെ ശവോടക്ക് നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ കുറേമാർ ഉറക്കുളയ്ക്കുന്നത്. என்ன கலாட்டா பண்றீங்க? மரியாதை எல்லாரும் வெளியே போங்க, இல்லன்னா அப்ப போலீஸை கூப்பிடுவேன். ഇറക്കി മുറിയവനെ, നിന്നെ കൊന്നാൽ അവൻ ഇറങ്ങി വരുമല്ലോ. ഇറക്കി മുറിയവനെ. ഇവിടെ മുറിയാൻ. അപ്പൊ ഞാൻ പറയമ്മ പറയാം. ഡോക്ടർക്ക് എന്തെങ്കിലും? ഏയ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പേടിക്കണ്ട, ഇനി ആരും വരില്ല. വന്നാൽ തന്നെ ഇപ്പൊ ഓടി വന്നവര് നോക്കിക്കോളൂ. ഇല്ല ഡോക്ടർ, ഇപ്പൊ പോയെങ്കിലും അവർ തിരിച്ചു വരും. എന്നെ ഉപേക്ഷിച്ച് അവർ ദൂരെ എവിടെയും പോവില്ല. ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അത് ഡോക്ടറുടെ ജീവന് തന്നെ ആപത്താവും. എന്ത് തന്നെ ആയാലും ഈ രാത്രി നിങ്ങളെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വരൂ. ആ കാണുന്നതാ ബസ് സ്റ്റാൻഡ്. ഞാൻ അവിടെ വരെ വരണോ? വേണ്ട ഡോക്ടർ, ഞങ്ങൾ പൊയ്ക്കോളാം. ഗൗരിയുടെ കയ്യിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. നാട്ടിലെത്തിയ ശേഷം എഴുതി അറിയിക്കണം. സേഫായിട്ട് എത്തിയെന്ന് മാത്രം. തീർച്ചയായും. ഇനി ഒരിക്കൽ കാണാൻ കഴിയുമെന്ന് ഐ ഹോപ്പ് സോ. വരട്ടെ ഗൗരി. ടേക്ക് ഗുഡ് കെയർ. ഇവിടെ നിന്നോളൂ, ഞാൻ അന്വേഷിച്ചിട്ട് വരാം.